ഹായ് എവരിവൺ. അപ്പൊ നമ്മൾ എന്താ പറയുക, ദുബായ് വ്ളോഗിങ് പാർട്ടിന്റെ രണ്ടാമത്തെ വ്ളോഗാണ്. നമ്മളാണെങ്കിൽ സെക്കൻഡ് ഡേ പകല് മൊത്തം നമുക്ക് നമ്മുടെ ഓഫീസിന്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ എല്ലാം നല്ല പണിയെടുത്ത് മടുത്തിരിക്കുകയാണ്. ജോമനും കുറെ എഡിറ്റ് ചെയ്യാനും വെക്കാനും കുറെ പോസ്റ്റും കാര്യങ്ങളും ആഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനും കുറച്ച് വർക്കുകളും കാര്യങ്ങളും ചെയ്യണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളതെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ദുബായ് മുകളിലേക്ക് ജസ്റ്റ് ചെറിയ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഓൾറെഡി ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. എങ്കിലും ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ നോക്കാൻ വേണ്ടി നമ്മൾ പോകുകയാണ്. ഓൾറെഡി നമ്മൾ ലിഫ്റ്റ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലിഫ്റ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ ലിഫ്റ്റ് കയറുന്നു. ലിഫ്റ്റ് കൈക്കോടൊക്കെ ഇപ്പം എൻ്റെ കൈ ചമ്മന്തി ആവണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സംഭവങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും കയറിയിട്ടുണ്ട്. നമ്മളിനി മെട്രോ എടുത്താണ് പോകുന്നത്. ഈവനിങ് മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ. അപ്പൊ ദേ ജോമറ്റ് ജർമ്മനിയിലെ മെട്രോ പോലെയാണോ ആണോ ദുബായിലെ മെട്രോ എന്നുള്ളത് ജോമറ്റ് പറയും അല്ലേ? അതുപോലെ തന്നെ എൽസ എറണാകുളത്തെ മെട്രോ പോലെയാണോ ദുബായിലെ മെട്രോ എന്നും ഉള്ള കാര്യം പറയും. അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ ഇത് ഈവനിങ് നമ്മൾ എന്താ പറയാ ദുബായ് മാളിൽ പോകുന്നു. ഹാവിങ് എ കോഫി ആൻഡ് പിന്നെ എന്താ പറയാ നമ്മളാണെന്നുണ്ടെങ്കിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അതും നോക്കും. അപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ദുബായ് മെട്രോയിലാണെന്നുണ്ടെങ്കിൽ കയറി നമ്മുടെ ഹോട്ടലിന്റെ അടുത്ത് നമ്മൾ മെട്രോയിൽ കയറി ഇപ്പൊ എന്താ പറയാ യൂണിയൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടെ നമ്മൾ റെഡ് ലൈനിലേക്ക് കയറുവാണ്. അവിടെ കയറിയിട്ടാണ് നമ്മൾ ദുബായ് മാളിലേക്ക് നമ്മളിപ്പോ പോകുന്ന ആവശ്യത്തിന് വേണ്ടി പോകണത്. അപ്പൊ ഇന്ന് നമ്മൾ മെട്രോ ഇവിടെ ഏറ്റവും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ ഏകദേശം 3 പേർക്കും കൂടെ ഒരു 400 ദിറംസ് ആ റേഞ്ച് ഒക്കെയാണ് നമുക്ക് എന്താ പറയാ ഇതിന്റെ ഒരു 7 ഡേയ്സിലേക്കുള്ള. അതന്നെ ഊബർ എടുത്താൽ ദൂരം കാശാവും. പക്ഷെ നമ്മളിങ്ങനെ ദുബായ്ക്കൊക്കെ വരുവാണ് 7 ഡേ പരിപാടിയൊക്കെ ആയിട്ടാ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, നേരെ 7 ഡേയ്സിലേക്കുള്ള മെട്രോയുടെ കാർഡ് അങ്ങോട്ട് എടുക്കുക. പരിപാടി ഏറ്റവും എളുപ്പമായിട്ട് മാറും. നമ്മൾ ദുബായ് മാളിൽ ഇങ്ങനെ വന്നപ്പോ എന്താ പറയാ നമ്മൾ ഒത്തിരി ആൾക്കാരെ കാണാം. നമ്മൾ ദുബായിയുടെ ഒരു ലക്ഷറി ലൈഫും കാര്യങ്ങളും എന്താ പറയാ നമ്മുടെ എന്താ പറയാ റീൽസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി പേര് സാധാരണയായിട്ട് ആൾക്കാർ 4000 ദിറംസിനൊക്കെ താഴെയൊക്കെ ജോലി ചെയ്യുന്നവര് പിന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെ കാണുമ്പോൾ നമ്മൾ എന്താ പറയാ മെട്രോയിലും പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ള നമ്മൾ ഊബറും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ട്രാവൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സ്വന്തം കാര്യം ട്രാവൽ ചെയ്യണമെങ്കിൽ ഇതൊന്നും കാണത്തൊന്നുമില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഇപ്പൊ എന്താ പറയാ ഇവിടുത്തെ എന്താ പറയാ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് ഇവിടെ അടിപൊളിയായിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി ഇതാക്കിയിട്ടുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളതൊക്കെ ഈവനിങ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ ദുബായ് മാള വന്നപ്പോഴത്തേക്കും ജസ്റ്റ് DJ ഒരു എന്താ പറയാ ലോഞ്ച് ഉണ്ടപ്പോഴത്തേക്കാണ് നമ്മൾ നോക്കുമ്പോൾ ചില എന്താ പറയാ നല്ല കിടിലൻ ഡ്രോണുകൾ, അതും പല ഐറ്റം ഡ്രോണുകൾ. വില എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് മിനി 5 Pro ആവറേജ് 2000-3000 ദിറംസ് അടുത്ത് വരുന്നു. ഏകദേശം 60,000 രൂപ ആ റേഞ്ച് ഒക്കെ വരുന്ന ഡ്രോണുകളാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ അതിന്റെ കൺട്രോളുകള് കാര്യങ്ങള്, അത് കൂടാണ്ട് തന്നെ DJ തന്നെ പല എന്താ പറയാ സ്റ്റെബിലൈസർ, ജിംബല്, അങ്ങനെയുള്ള പല പല ഐറ്റംസും സാധനങ്ങളൊക്കെ നമ്മളവിടെ കാണാം. DJ മറ്റേ നമ്മുടെ എന്താ പറയാ ക്രിയേറ്റർ കിറ്റ് കാര്യങ്ങള്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ക്യാമറ പ്രാന്തന്മാർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു ഇത്. ഗെയിമിങ് ലാപ്ടോപ്പുകളെ കാര്യങ്ങള് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ അഡിക്ഷൻ ഉള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ് ഇത്. അപ്പൊ ഇതിനകത്ത് ഇഷ്ടപ്പെട്ട എല്ലാം ഗെയിമിംഗ് PC കളുടെ എട്ടുകളിയാണ്. എല്ലാത്തിനകത്ത് ഒരു 2 ലക്ഷം 3 ലക്ഷം റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കിഡിലൻ ഗെയിമിംഗ് സ്റ്റഫ്സ് ആണ് ദുബായ് മാളിന്റെ അകത്താണ്. നിങ്ങൾ ആരെങ്കിലൊക്കെ വലിയ ഗെയിമിംഗ് സിസ്റ്റം ഒക്കെ ബിൽഡ് ചെയ്യുന്നോ അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറ്റിയ സ്ഥലമാണ്. ഇതിലൊക്കെ ഗെയിം കളിക്കുമ്പോഴത്തെ എഫക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ മതി, അടിപൊളിയായിരിക്കും. നമ്മളിതിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു എഫക്റ്റും ഫീലും നമുക്ക് കറക്റ്റ് മനസ്സിലാക്കും. ജോമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഗെയിമിംഗ് ഭ്രാന്തനാണ്. അത് കാണണമെന്നുണ്ടെങ്കിൽ ജോമന്റെ ജർമ്മനിയിലെ വീട് നോക്കി കഴിഞ്ഞാൽ ഫുൾ ഒരു ഗെയിമിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു സാധനങ്ങളുടെ പുറകിലാണ് പുള്ളി. ദുബായ് വന്നപ്പോൾ തൊട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ എവിടെയുണ്ടോ അവിടെ ജോമറ്റ് ഉണ്ട്. പുള്ളി ഇപ്പോഴും നോക്കണം എന്താ കൺട്രോളർ കാര്യങ്ങൾ ഒരു സാധനം തപ്പിക്കൊണ്ടിരിക്കണം. പുള്ളി ഉദ്ദേശിക്കുന്ന കളർ ഇത്രയും നേരമായിട്ട് കിട്ടിയിട്ടില്ല. ഇവിടെ വന്നപ്പോൾ നല്ലൊരു കളക്ഷൻ ഉണ്ട്. അത് കണ്ട ഇതിന്റെ പുറകെ തന്നെയാണ്. ഇതെല്ലാം ഈ ബ്ലാക്കല്ലേ നോക്കിയിട്ടിരുന്നത്. ഇത് മറ്റേ നമ്മുടെ കാർ ഓടിക്കുന്ന പോലത്തെ സംഭവം, സിമുലേറ്റർ പോലത്തെ സാധനം, അടിപൊളി. ഇങ്ങനെ ഗെയിമിംഗ് സ്റ്റഫുകളൊക്കെ നോക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് പറ്റിയൊരു സ്ഥലമാണ് ദുബായ് മാളിലത്തെ ഈ വിർജിന്റെ സ്റ്റോർ. ഇതിനകത്ത് എല്ലാത്തിനകത്തും ഇവരുടെ സ്പെഷ്യൽ പ്രൈസ് ആണ്. എന്ത് ഗെയിമിംഗ് സാധനം വേണമെന്നുണ്ടെങ്കിലും ഇതാക്കണം. എൽസക്കല്ലോ ഗെയിമിംഗ് സാധനങ്ങൾ മേടിക്കുന്ന ആഗ്രഹമുണ്ടോ? ഗെയിമിംഗ് ലാപ്ടോപ്പുകളുടെ താല്പര്യമില്ല? നോ 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 ഫോർ ഗെയിമിംഗ് ആണ് എൽസ. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ PS5 വിത്ത് ഡിസ്പ്ലേ കാര്യങ്ങൾ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറയാം. അടിപൊളി സാധനം മനസ്സിന് ഒത്ത രീതിയിൽ മേടിക്കാം. വെർജിന്റെ സ്റ്റോറുകൾ ഇപ്പോൾ ക്രിസ്മസ് ഫെസ്റ്റീവ് ഓഫറുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാം. ഞാൻ ദുബായ് മാള് വരുമ്പോൾ
എപ്പോഴും കയറുന്ന ഒരു സംഭവമാണ് ഈ നൈക്കിയുടെ ഷോറൂം. ഇതിന്റെ അകത്ത് എപ്പോഴും എന്തെങ്കിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വെടിച്ചില് സാധനങ്ങൾ കാണും. ഈ തവണ നമ്മൾ എൽസൈഡ് നോക്കുന്നുണ്ടോ, അത് ആ ഒരു ഷൂവിന്റെ ആ ഒരു സംഭവങ്ങളുണ്ടോ, എന്തൊരു അടിപൊളി എന്താ പറയുക ലൈക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഷൂവിന്റെ അത് നോക്കുന്നത്. വെച്ചാൽ നൈക്കിയുടെ ഷോറൂമിന്റെ അത് ദുബായ് മാളിൽ ഞാൻ മിക്കപ്പോഴും വരുമ്പോൾ നോക്കും. ഇതുവരെ ഇവിടെ നിന്ന് പറഞ്ഞാൽ എടുക്കാൻ പറ്റിയിട്ടില്ല. നൈക്കി യൂസർ ആണെന്നുണ്ടെങ്കിലും ദുബായ് മാളിൽ നിന്നൊരു നൈക്കി എടുക്കാൻ പറ്റില്ല. മേ ബി നെക്സ്റ്റ് ടൈം ഒക്കെ വരുമ്പോൾ എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് എടുക്കാം. ഞാൻ എപ്പോഴും വരുമ്പോൾ ഷോപ്പിങ്ങിന് ഡയറയോ അങ്ങനെ ഏതെങ്കിലും സിറ്റി സെന്ററുകളൊക്കെയാണ് പിടിക്കുന്നത്. എന്നിട്ട് എങ്ങനെയുണ്ട്, സാധനം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? അതിന്റെ ഫീച്ചേഴ്സ് എന്നൊക്കെയല്ലേ? മെഷ് അങ്ങനെ പല പല ടെക്നോളജി ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ലൊരു പൗലിയനാണ് നൈക്കിന്റെ ഇവിടെ കാണുന്നത്. നമുക്ക് ബാക്കി സ്റ്റോറിനകത്ത് കയറി നോക്കാം എന്താണ് അടിപൊളി ഐറ്റംസ് വേറെ ഉണ്ടെന്നുള്ളത്. നൈക്കിന്റെ അകത്ത് ഇവിടെയുള്ള എല്ലാ സാധനത്തിനകത്തും അതുപോലെ കിഡിലൻ കളക്ഷൻ ആണ് നൈക്കിന്റെ ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കിഡിലൻ കളക്ഷൻസ് നൈക്കിന്റെ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും. പല സാധനങ്ങളൊക്കെ തന്നെ ഇതൊക്കെ നല്ല കിഡിലൻ കളക്ഷൻസ് ആണ്. പ്രൈസ് ഓഫേഴ്സ് ഒക്കെ ഞാൻ നോക്കിയത് ഇതൊരു വലിയ സ്റ്റോർ തന്നെയാണ് നൈക്കിന്റെ. നമ്മ ദുബായ് വരുമ്പോഴത്തേക്കും ദുബായ് ഡൗൺ ടൗൺ അല്ലെങ്കിൽ ഈ ഒരു ബുർജ് ഖലീഫ വ്യൂ കാര്യങ്ങള് ഹോട്ടലിന്റെ വ്യൂ കാര്യങ്ങള് എല്ലാം നമ്മുടെ ബുർജ് ഖലീഫ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ ദുബായ് മാളിന്റെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നിട്ട് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വ്യൂ, ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ സംഭവം എന്താന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ദുബായ് വരാണെന്നുണ്ടെങ്കിൽ നൈറ്റ് ടൈമിൽ ഇപ്പൊ എന്താ പറയാ നാഷണൽ ഡേ ആയതുകൊണ്ട് നല്ല അടിപൊളി ക്രൗഡാണ്, അടിപൊളി തിരക്കാണ്. ആ ടൈമില് നമ്മളിവിടെ വന്നു കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള നല്ല വൈബായിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കണ്ടോ നമ്മുടെ ബുർജ് ഖലീഫയുടെ വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. എന്ത് അടിപൊളിയാന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കിഡിലും വ്യൂവും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ നമുക്ക് ചെക്ക്ഔട്ട് ചെയ്യാനുള്ള വീഡിയോസ് നോക്കുക. വീഡിയോസ് നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഈ ദുബായ് മാളിലെ ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അപ്പൊ ഇതാണ് മറ്റേ എന്താ പറയുക ദുബായ് ഫൗണ്ടെയിൻ ഷോ എന്ന് പറയുന്ന സംഭവം. അതായത് ഇവിടെയാണ് മറ്റേ നമ്മുടെ വാട്ടർ ഷോ നടക്കണത്. അപ്പൊ അത് ഇപ്പൊ നിലവിൽ ഓഫാണ്. ആൾക്കാർ ഇത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാന്ന് തോന്നുന്നു. ഇവിടെയാണ് മറ്റേ ദുബായ് ഫൗണ്ടെയിൻ ഷോ ഉള്ള ഒരു സെറ്റപ്പ്. ഇതാണ് ദുബായ് മാളിന്റെ ഒരു വ്യൂ. ഇത് ആപ്പിൾ സ്റ്റോർ ആണ്. ഇതിലെ സംഭവമാണിത്. ഇതിന്റെ ചുറ്റുവട്ടമുള്ള ബിൽഡിംഗ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് നമുക്ക് ഇതിന്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എന്താ പറയാ ദുബായ് മാളിൽ പോയി നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു, കാര്യങ്ങളൊക്കെ സെറ്റാക്കി തിരിച്ചെത്തി. അപ്പൊ നല്ല ടയേർഡാണ്. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ അടുത്ത വ്ലോഗായിട്ട് കാണുന്നതായിരിക്കും. സീ യു.